കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കറി ഷോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ബേർഡ് നെസ്റ്റ്. നമ്മൾ ഉള്ളിൽ ഫിഷിന്റെ മിക്സ് വെച്ച് പുറം ഒരു പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് അതുകൊണ്ട് കവർ ചെയ്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് അല്ല സേമിയയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. മീൻ വേവിച്ച് പൊടിച്ചെടുത്തത്, കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അത് 1 കപ്പ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തത് 1 കപ്പ്. സവാള ഒരെണ്ണം ചെറുതാക്കി മുറിച്ചത്, പച്ചമുളക് 2 എണ്ണം ചെറുതാക്കി മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, കറിവേപ്പില, മല്ലിയില, മുട്ട 1, സേമിയ, എണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ബേർഡ് നെസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു സവാള ചെറുതാക്കി മുറിച്ചതാണ് അത് ചേർത്ത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചത്, അപ്പൊ ഇത് ചെറുതാക്കി മുറിച്ചതാണ്, വളരെ തിന്നായിട്ട് ചെറുതാക്കി വളരെ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതൊരു 1/2 ടീസ്പൂൺ. പച്ചമുളക് 2 3 ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് മീനാണ്. മീനൊരു 1 കപ്പ് മീന് വേവിച്ച് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതൊന്ന് കൈകൊണ്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇതാണ് ഇനി ചേർക്കാനുള്ളത്. ഇത് നന്നായി ആയതിനു ശേഷം വേണം, ഇത് ഉള്ളി നന്നായി ആയതിനു ശേഷം നമുക്ക് ഈ ഫിഷ് ചേർക്കാം. ഇപ്പോൾ ഉള്ളി ഒരു ഇതായിട്ടുണ്ട്, ഇതിലേക്ക് ഈ ഫിഷ് ചേർക്കുക. വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ച് നമ്മൾ ഉള്ളിയെല്ലാം ചേർത്തതാണ്, അതിലേക്ക് വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കും. ഇതിലുള്ള ചിലപ്പോൾ നമ്മൾ മീൻ വേവിച്ചെടുത്തതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അന്ന് നന്നായി ഡ്രൈ ആവുന്നവരെ ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പം ഇനി അതിൻ്റെ കവറിങ് ഉണ്ടാക്കാനുള്ള പൊട്ടറ്റോ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് വേണം, കാരണം നമ്മൾ ആ കവറിങ് കൊടുക്കുമ്പോൾ പൊട്ടറ്റോ മാത്രമായിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫിഷ് മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഇത് ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങിന്റെ കൂട്ടിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഫിഷ് മസാല ഉണ്ട് ഉള്ളില്, പുറത്ത് പൊട്ടറ്റോ കവറിങ് കൊടുത്തു. ഇനി അത് മുട്ടയിൽ മുക്കുക. ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള സേമിയയിൽ റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, ഫിഷ് മസാല നമ്മൾ പൊട്ടറ്റോ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഫിഷ് മസാല ഉണ്ടാക്കി, ഫിഷ് ആദ്യം കുക്ക് ചെയ്ത ഫിഷ് വെച്ചാണ് മസാല ഉണ്ടാക്കുന്നത്. ഉപ്പ് കുരുമുളകെല്ലാം ചേർത്ത് വേവിച്ച് മിൻസ് ചെയ്തെടുത്ത ഫിഷായിരുന്നു. പിന്നെ സവാള വഴറ്റി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഉപ്പെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് ഒരു മസാല ഉണ്ടാക്കി വെച്ചു. പിന്നെ പൊട്ടറ്റോ വേവിച്ചു. പൊട്ടറ്റോ വേവിച്ചതിൽ പുഴുങ്ങി പൊടിച്ചത് എടുത്തായിരുന്നു, ഉപ്പ് ചേർത്ത് പുഴുങ്ങി പൊടിച്ചത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കുറേശ്ശെ എടുത്ത് കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് വെച്ച് ഫിഷ് മസാലേൻ്റെ അത് വെച്ച് മിക്സ് വെച്ച് കവർ ചെയ്തു. എന്നിട്ട് മുട്ടയിൽ മുക്കി, എന്നിട്ട് സേമിയയിൽ റോൾ ചെയ്തെടുത്തു. സേമിയ വറുത്ത സേമിയ വേണമെന്നില്ല, കാരണം ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതെന്തായാലും ഫ്രൈ ആവും. ബേർഡ് നെസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് കോരിയെടുക്കാം. ബേർഡ് നെസ്റ്റ് ഉണ്ടാക്കി ഇനി ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഈ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിന്റെ മുകളിൽ, ബേർഡ് നെസ്റ്റ് ഇതിലേക്ക് ഇട്ട്. ബേർഡ് നെസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഫിഷ് മസാല വെച്ചിട്ട് ഉണ്ടാക്കിയ, സാധാരണ ഫിഷ് മസാല വെച്ച് നമ്മൾ അധികം സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല. നല്ലൊരു സ്നാക്കാണ്. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ചൂടോടെ കഴിക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം.